വടകര നഗരസഭയുടെ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നാളെ വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര നഗരസഭയുടെ ഏറെക്കാലത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് പുതുതായി നിർമ്മിച്ച ഈ കെട്ടിടം. നവീകരിച്ച എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള പൊതുജന സൗഹൃദ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഈ മാസം 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നെറ്റ് സീറോ കാർബൺ പദ്ധതി ഏറ്റെടുത്ത നഗരസഭ എന്ന നിലയിൽ ഹരിത ഓഫീസായി വിഭാവനം ചെയ്തിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നാളെ വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടകര നഗരസഭയുടെ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ വരുന്ന ജൂൺ 30-ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വൈകുന്നേരം 5 മണിക്ക് നിർവഹിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രിയോടൊപ്പം തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കൂടെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വടകര നഗരസഭയുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു നഗരസഭയെ ആശ്രയിക്കുന്ന പൊതുജനങ്ങൾക്കും നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും നല്ലൊരു അന്തരീക്ഷത്തിൽ, എന്നത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ്. മതിയായ സൗകര്യം ഇല്ലാത്ത അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ടുള്ള പ്രയത്നം ജൂൺ 30-ഓടുകൂടെ തന്നെ യാഥാർത്ഥ്യമാകുന്ന ആ ഒരു സന്തോഷകരമായ ഉദ്ഘാടന ചടങ്ങ് വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം 3:30-ന് വടകര ടൗൺ ഹാളിൽ വെച്ച് അതിൻ്റെ ഒരു സംഘാടക സമിതി യോഗം ചേരുന്നുണ്ട്. 7600 സ്ക്വയർ മീറ്ററിൽ 15 കോടിയുടെ 4 നിലയിൽ ഓഫീസും 53 ഷോപ്പ് റൂം അടങ്ങുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലേ താമോരാ. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിലോ? നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.